സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. അമേരിക്കയുടെ വിലയേറിയ ഡ്രോൺ ഹോർമൂസിന് മുകളിൽ വെച്ച് കാണാതായെന്ന റിപ്പോർട്ട് വരുമ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഇറാന്റെ പങ്ക് തള്ളിക്കളയാനും പറ്റില്ല. അമേരിക്കയുടെ ഡ്രൈറ്റൺ ഡ്രോണിന്റെ സഞ്ചാരപഥവും തകർന്നു വീണ സ്ഥലവുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഡ്രോണിനെ ഇറാൻ വെടിവെച്ചിട്ടു എന്ന് തന്നെയാണ് കൂടുതൽ പേരും വിശ്വസിക്കുന്നത്. ഇസ്ലാമാബാദിലെ സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി പുതിയ ആവശ്യങ്ങളും ഇറാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. നെതന്യാഹുവിനെ നിലയ്ക്ക് നിർത്താൻ ട്രംപ് തയ്യാറാകണമെന്നതാണ് ഇറാന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യം. ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ലബനോനിൽ വെടിനിർത്തൽ കൊണ്ടുവരണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ആയത്തുള്ള അലി ഖമനേയിയുടെ വധം പൊറുക്കില്ല എന്ന് പ്രഖ്യാപിച്ച് മൊജ്തബ കൂടി രംഗത്തെത്തിയതോടെ ഇറാന്റെ നിലപാട് കൂടുതൽ സുവ്യക്തമായി. ഹോർമൂസ് വിട്ടുകളിയില്ല എന്നും മൊജ്തബ പറയുന്നു. എല്ലാത്തിനും വ്യക്തത വരുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് തുറക്കേണ്ട എന്നാണ് ഇറാന്റെ തീരുമാനം. വീണ്ടും ആക്രമിക്കാൻ വേണ്ടി എന്തിനാണ് ഒരു ചർച്ച നടത്തുന്നത് എന്നാണ് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി ചോദിച്ചത്. ഇതെല്ലാം കൊണ്ട് തന്നെ ഇസ്ലാമാബാദ് ചർച്ച അനിശ്ചിതത്വത്തിലാണ് എന്നാണ് മിക്ക നിരീക്ഷകരും പറയുന്നത്. ഇസ്ലാമാബാദിലെ ചർച്ച നടക്കാനിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഒന്ന്, ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയിയുടെ പുതിയ പ്രസ്താവനയും ഇറാന്റെ കടുത്ത നിലപാടും. മറ്റൊന്ന്, കോടികൾ വിലയുള്ള അമേരിക്കയുടെ ഡ്രോൺ ഹോർമൂസിന് മുകളിൽ വെച്ച് കാണാതായത്. ഈ രണ്ട് കാര്യങ്ങളും ഇസ്ലാമാബാദിലെ ചർച്ചയുടെ പോക്കിനെ സ്വാധീനിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്താൻ കഴിയുക. ആദ്യം അമേരിക്കയുടെ വൻ വിലയുള്ള ഡ്രോൺ ഹോർമൂസിന് മുകളിൽ വെച്ച് കാണാതായ കാര്യം പരിശോധിക്കാം. ഇത് ഇറാൻ വെടിവെച്ചിട്ടതാണോ അതോ സാങ്കേതിക തകരാറാണോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കൻ നാവികസേനയുടെ ഏറ്റവും അത്യാധുനികവും വിലയേറിയതുമായ MQ-4C ട്രൈറ്റൻ നിരീക്ഷണ ഡ്രോൺ ആണ് ഹോർമൂസ് കടലിന് മുകളിൽ വെച്ച് കാണാതായത്. ഇന്നലെയാണ് ഡ്രോൺ കാണാതായത്. പേർഷ്യൻ ഗൾഫിൽ ഏകദേശം 3 മണിക്കൂർ നിരീക്ഷണം നടത്തിയ ശേഷം ഇറ്റലിയിലെ സിഗോനെല്ല ബേസിലേക്ക് മടങ്ങുകയായിരുന്നു ഈ ഡ്രോൺ. പെട്ടെന്ന് എമർജൻസി കോഡായ 7700 സന്ദേശം അയച്ച ഡ്രോൺ 50,000 അടി ഉയരത്തിൽ നിന്ന് അതിവേഗം താഴേക്ക് പതിക്കുകയും റഡാറുകളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ഏകദേശം 1800 കോടി രൂപ വില മതിക്കുന്നതാണ് ഈ അത്യാധുനിക ഡ്രോൺ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സമുദ്ര നിരീക്ഷണത്തിനായി അമേരിക്ക ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നുമാണ് ഇത്. നിരന്തരമായ വലിയ തോതിലുള്ള സമുദ്ര നിരീക്ഷണം ലക്ഷ്യമാക്കി ഉണ്ടാക്കിയ ഡ്രോണിന് 50,000 അടിക്ക് മുകളിലുള്ള ഉയരത്തിൽ 24 മണിക്കൂറിലധികം തുടർച്ചയായി പറക്കാനും കഴിയും. ഇന്ധനം നിറയ്ക്കാതെ തന്നെ വലിയ സമുദ്രഭാഗങ്ങൾ തുടർച്ചയായി തന്നെ നിരീക്ഷിക്കാനും ഈ ഡ്രോണിന് കഴിയും. അതുകൊണ്ട് ഡ്രോൺ ഹോർമൂസ് മേഖലയിലേക്ക് വന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും ഡ്രോൺ സാങ്കേതിക തകരാർ കാരണം തകർന്നതാണോ അതോ ഇറാൻ വെടിവെച്ചിട്ടതാണോ അല്ലെങ്കിൽ ഇറാൻ വീഴ്ത്തിയതാണോ എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഡ്രോൺ നഷ്ടപ്പെട്ട കാര്യം അമേരിക്കൻ സൈന്യമോ പെൻറ്റഗണോ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല. എങ്കിലും ഇറാന്റെ പങ്ക് തള്ളിക്കളയാൻ പ്രമുഖ മാധ്യമങ്ങളൊന്നും ഇതുവരെ തയ്യാറായിട്ടില്ല. ഹോർമൂസ് മേഖലയിൽ ഇറാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നേരത്തെ ദിവസം 140 കപ്പലുകൾ കടന്നു പോകുന്ന കടലിടുക്കിലൂടെ വെടിനിർത്തലിൻ്റെ ആദ്യ 24 മണിക്കൂറിൽ ഒരു എണ്ണക്കപ്പലും 5 ചരക്ക് കപ്പലും മാത്രമാണ് സഞ്ചരിച്ചത് എന്നുള്ള കാര്യവും നമ്മൾ ഈ ഘട്ടത്തിൽ അറിയേണ്ടതുണ്ട്. ഇതിൽ മിക്കതും ഇറാനുമായി ബന്ധമുള്ള കപ്പലുകളാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റെല്ലാ കപ്പലുകളും ഇപ്പോൾ ഹോർമൂസ് വഴി കടന്നു പോകേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. അതായത് കടലിടുക്കിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇറാൻ കടുപ്പിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇറാൻ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതായത് ഒരു ഭാഗത്ത് ചർച്ച നടക്കുന്നു, ഇസ്ലാമാബാദിൽ ചർച്ചയുടെ അന്തരീക്ഷം ഒരുങ്ങുന്നു, അപ്പോഴും എല്ലാം കടുപ്പിച്ച് എല്ലാം കൃത്യതയോടെ സ്വന്തം അജണ്ട അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് ഇറാൻ എന്ന് പറയേണ്ടി വരും. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ, ഇസ്ലാമാബാദിൽ ചർച്ചകൾ തുടങ്ങാനിരിക്കെ പുറത്തു വന്ന ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയിയുടെ പ്രസ്താവന കാര്യങ്ങളെ പുതിയ തലത്തിലേക്ക് നയിക്കുകയാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഇറാൻ നിലപാട് എത്രത്തോളം ഈ ചർച്ചകളിൽ കർശനമായിരിക്കും എന്നുള്ളത് മൊജ്തബയുടെ പ്രസ്താവനയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മൊജ്തബയുടെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. 1, ഹോർമൂസ് കടലിടുക്ക്. 2, പിതാവിൻ്റെ മരണത്തിൽ പ്രതികാരം ചെയ്യും, എന്തു വന്നാലും പ്രതികാരം ചെയ്യും. 3, ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾക്ക് ഉറച്ച പിന്തുണ തുടരും, അതായത് ലെബനോനിൽ ഇസ്രായേൽ ആക്രമണം നിർത്തണം. 4, ഇറാൻ യുദ്ധവിജയം നേടിയിട്ടുണ്ട്. മൊജ്തബയുടെ പ്രസ്താവന വിശദമായി നമുക്ക് പരിശോധിച്ചാൽ ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാൻ ശക്തമാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ മാനേജ്മെൻറ്റ് ഒരു പുതിയ ഘട്ടത്തിലേക്ക് മാറ്റുകയാണെന്നും മൊജ്തബ വ്യക്തമാക്കുന്നു. അതായത് ഹോർമൂസിൽ നിന്ന് ചുങ്കം പിരിക്കാൻ തന്നെയാണ് ഇറാൻ്റെ നീക്കമെന്നാണ് മൊജ്തബ ഖമനേയി വ്യക്തമാക്കുന്നത്.
തൻ്റെ പിതാവ് ആയത്തുള്ള അലി ഖമനേയുടെ വധത്തിന് പ്രതികാരം ചെയ്യുമെന്നും യുദ്ധത്തിൽ ഇറാൻ ഉണ്ടായ എല്ലാ നാശനഷ്ടങ്ങൾക്കും അമേരിക്കയിൽ നിന്നും ഇസ്രയേലിൽ നിന്നും അതിൻ്റെ നഷ്ടപരിഹാരം ഈടാക്കുമെന്നും മുസ്തഫ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിൻ്റെ 40-ാം ദിനം മുസ്തഫയുടെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പിതാവിൻ്റെ മരണം ഇറാനിയൻ ജനതയ്ക്കേറ്റ കനത്തതും ചരിത്രപരവുമായ പ്രഹരമാണെന്നും രാജ്യത്തിൻ്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളിൽ ഒന്നാണെന്നും അദ്ദേഹം പറയുന്നു. നിലവിലെ ഘട്ടം അദ്ദേഹത്തിൻ്റെ പാതയിലൂടെ പാരമ്പര്യത്തിലൂടെയും അതിൻ്റെ ഒരു തുടർച്ചയാണ് എന്നും മുസ്തഫ പറയുന്നു. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും എന്നാൽ രാജ്യത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം പറയുന്നു. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെയുള്ള യുദ്ധത്തിൽ ഇറാൻ അന്തിമ വിജയം നേടിയതായും മുസ്തഫ അവകാശപ്പെടുന്നു. ഇറാൻ ലോകത്തെ അത്ഭുതപ്പെടുത്തിയെന്നാണ് ഈ യുദ്ധവിജയത്തെ മുസ്തഫ വിശേഷിപ്പിക്കുന്നത്. ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ കനത്ത പ്രഹരം നൽകാൻ ഇറാൻ്റെ കൈകൾ കാഞ്ചിയിൽ തന്നെയാണ് എന്നും മുസ്തഫ പ്രസ്താവനയിലൂടെ പറയുന്നു. മുസ്തഫയുടെ പ്രസ്താവന ഇറാൻ ഇസ്ലാമാബാദ് ചർച്ചയിൽ എടുക്കാൻ പോകുന്ന നിലപാടുകളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. ഹോർമൂസിലെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ ഒരുക്കമല്ല. മാത്രമല്ല, ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രയേലിൻ്റെ നീക്കം അനുവദിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ നിലപാടുകളിൽ തട്ടി ചർച്ച അലസിപ്പിരിയുമെന്ന് തന്നെയാണ് ചില നിരീക്ഷകർ പ്രവചനം നടത്തുന്നത്. അമേരിക്ക എന്തൊക്കെ പറഞ്ഞാലും 10 നിർദ്ദേശങ്ങൾ, അതായത് ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളിൽ സുപ്രധാന കാര്യങ്ങളിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്ന് തന്നെയാണ് സൂചന. പ്രത്യേകിച്ചും ഇസ്രയേൽ ലെബനോനിൽ രൂക്ഷമായ ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ, അതായത് വെടിനിർത്തൽ വന്നു എന്ന് പറഞ്ഞതിന് ശേഷവും ലെബനോൻ വെടിനിർത്തൽ പരിധിയിലില്ല എന്ന് പറഞ്ഞ് ഇസ്രയേൽ നടത്തിയ ആക്രമണം, അതിനെ ട്രംപ് ന്യായീകരിച്ച ഒരു പശ്ചാത്തലം. ഇറാൻ്റെ കർശന നിലപാട് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലേക്ക് പുറപ്പെടും മുമ്പ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇറാനുമേൽ ചില സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണണം. ഇറാൻ ആത്മാർത്ഥമായാണ് ചർച്ചയ്ക്ക് വരുന്നതെങ്കിൽ അവരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ അമേരിക്ക തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറാൻ വിഡ്ഢികളാക്കാനാണ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ പ്രയോഗിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, അതായത് അമേരിക്കയെ വിഡ്ഢികളാക്കാനോ തന്ത്രങ്ങൾ പ്രയോഗിക്കാനോ ആണ് ശ്രമിക്കുന്നതെങ്കിൽ അമേരിക്കൻ പ്രതിനിധി സംഘം അതിനോട് ഒട്ടും അനുകൂലമായി പ്രതികരിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. ചർച്ചകൾ എങ്ങനെ ആയിരിക്കണമെന്ന് ട്രംപ് തനിക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇറാൻ തങ്ങളുടെ നിലപാടുകളിൽ അയവ് വരുത്തിയില്ല എങ്കിൽ കടുത്ത സൈനിക നടപടി നേരിടേണ്ടി വരുമെന്നുള്ള സൂചനയും അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള JD വാൻസ് നൽകുന്നുണ്ട്. അമേരിക്കൻ സംഘത്തിൽ വാൻസിനൊപ്പം ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പിന്നെ ട്രംപിൻ്റെ മരുമകൻ ജാരഡ് കുഷ്ണറും ആണ് ഉള്ളത്. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫ് നയിക്കുന്ന ഇറാനിയൻ പ്രതിനിധി സംഘം പാകിസ്ഥാനിൽ എപ്പോൾ എത്തും എന്നതിനെക്കുറിച്ച് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ഇതുവരെ ഒരു സൂചനയും നൽകിയിട്ടില്ല. ഈ സംഘത്തിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമുണ്ട്. ഇറാനിയൻ വിമാനത്തിന് പാകിസ്ഥാൻ വ്യോമസേന അകമ്പടി നൽകുമെന്ന് മാത്രമാണ് ചർച്ചകളുമായി ബന്ധപ്പെട്ട ഒരു സ്രോതസ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇറാൻ കലിപ്പിലാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് അമേരിക്കൻ സംഘം ചർച്ചകൾക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹോർമൂസ് ഇറാൻ തുറക്കാത്തതിൽ ട്രംപും നേരത്തെ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇറാൻ ഇതൊന്നും കണക്കിലെടുക്കുന്നതേയില്ല. അവർ അവരുടെ അജണ്ടകളുമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നോട്ട് പോവുകയാണ് എന്നാണ് വിശകലന വിദഗ്ധരെല്ലാം പറയുന്നത്. ഇപ്പോൾ ചർച്ചകളിൽ ഇറാൻ പ്രധാനപ്പെട്ട ചില പുതിയ ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വർഷങ്ങളായി തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത ഉപരോധങ്ങൾ അവസാനിപ്പിക്കുക, ഹോർമൂസ് കടലിടുക്കിന് മേലുള്ള തങ്ങളുടെ അധികാരം പൂർണ്ണമായും സ്ഥാപിച്ചു തരിക എന്നിവയാണ് ഇതിൽ പ്രധാനം. കടലിടുക്കിലൂടെയുള്ള യാത്രയ്ക്ക് ഫീസ് ഈടാക്കാനും നിയന്ത്രിക്കാനും ഇറാൻ ലക്ഷ്യമിടുന്നു ഇതിലൂടെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയിൽ തന്നെ വലിയ മാറ്റമുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. അതിനിടെ ഇറാൻ അമേരിക്ക ചർച്ചകളിൽ വീണ്ടും തുരങ്കം വയ്ക്കുകയാണ് നെതന്യാഹു എന്നതും നമ്മൾ നോക്കിക്കാണണം. അതിനുവേണ്ടി തന്നെയാണ് ഇറാനെ പ്രകോപിപ്പിച്ച് ലെബനോനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ എന്ന നിലയിൽ ആക്രമണം തുടരെ നടത്തുന്നതും മനുഷ്യരെ കൊന്നുതള്ളുന്നതും. ചർച്ചകളിൽ സ്ഥാനമില്ലാത്ത നാണക്കേട്, അതാണ് ഒന്നാമത്തെ കാര്യം. ഈ നെതന്യാഹു ഇങ്ങനെ ആക്രമണം നടത്തുന്നതിന് ഒന്നാമത്തെ കാരണം ചർച്ചകളിൽ സ്ഥാനമില്ലാത്തതിൻ്റെ നാണക്കേട്. പിന്നെ ഹിസ്ബുള്ള ഇസ്രയേൽ സൈനികരെ കൊന്നതിലെ അപമാനവും ഒക്കെയാണ് ഈ നെതന്യാഹു ലെബനോനെ വീണ്ടും ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നെതന്യാഹുവിനെ കയറൂരി വിട്ടുകൊണ്ട് ചർച്ചയുടെ പ്രസക്തി, അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് ഇറാൻ്റെ ചോദ്യം. ഇറാൻ കടുപ്പിച്ചതോടെ ലെബനോനുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കണമെന്നതാണ് നെതന്യാഹുവിൻ്റെ ആവശ്യം. ഹിസ്ബുള്ളയെ മുഴുവൻ തരിപ്പണമാക്കിയെന്നും ഇനി അവരുടെ ശല്യം ഉണ്ടാകില്ല എന്നും നെതന്യാഹു പണ്ട് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടല്ലോ. പക്ഷേ ഇറാൻ യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ കനത്ത ആക്രമണമാണ് ഇസ്രയേലിലേക്ക് ഉണ്ടായത്. മാത്രമല്ല കരയുദ്ധത്തിന് ചെന്ന ഇസ്രയേൽ സൈനികരെ ഹിസ്ബുള്ള കൊല്ലുകയും ചെയ്തു. ഇതെല്ലാം നെതന്യാഹുവിന് വലിയ നാണക്കേടായി മാറിയിരുന്നു.
അതിൽ നിന്ന്, ഈ നാണക്കേടിൽ നിന്ന് പുറത്തു കടക്കാനാണ് ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കെതിരെ എന്ന പേരിൽ ലെബനോനിലെ സാധാരണക്കാർക്കെതിരെ നെതന്യാഹു തുടർച്ചയായിട്ട് ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഇസ്ലാമാബാദ് ചർച്ചയിൽ എന്ത് നടക്കുമെന്നതാണ് ഇപ്പോഴത്തെ ആകാംക്ഷ. അമേരിക്കയും ഇറാനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ, അതോ കടും പിടുത്തം തുടരുമോ? ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദമാണോ അമേരിക്കയ്ക്ക് മുകളിൽ വിജയിക്കുക, അതോ ഇസ്രയേലിൻ്റെ നെതന്യാഹുവിൻ്റെ കുതന്ത്രങ്ങളാണോ? ആ കുതന്ത്രങ്ങളിൽ അമേരിക്ക വീണ്ടും കുടുങ്ങുമോ? ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. എന്തായാലും നമുക്ക് നല്ലത് തന്നെ പ്രതീക്ഷിക്കാം, അല്ലാതെ മറ്റെന്ത് പറയാൻ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ നിങ്ങൾക്ക് അംഗമാകാം. അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.